Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In today's lecture, we will be discussing about the second function of management, that is organizing. So in the last class, we have discussed about the primary function of management, that is planning. Planning means looking ahead into the future and plan what to do in the future. In other words, planning is deciding in advance what to do, how to do, and who is to do it. So today we are going to discuss the second function that is following the primary function planning, organizing. Organizing is a function in which the synchronization and combination of human, physical and financial resources takes place. All the three resources are important to get results. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രൈമറി ഫംഗ്ഷനായ പ്ലാനിങ്ങിന് ശേഷം ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി ഡിഫൈൻ ചെയ്ത് ചോക്ക് ഔട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ്ങിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, ഫിസിക്കൽ റിസോഴ്സസ് ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ മൂന്ന് റിസോഴ്സസ് തമ്മിലുള്ളൊരു സിങ്കണൈസേഷൻ ആണ് ഓർഗനൈസിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അതായത് പ്ലാൻ അനുസരിച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് റിസോഴ്സിനെയും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് റിസോഴ്സിനെ മിക്സ് ചെയ്ത്, ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സ് ആൻഡ് ഫിസിക്കൽ റിസോഴ്സ്, ഇതിനെല്ലാം കൃത്യമായി ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിച്ച് കൃത്യമായ അളവിൽ ഓരോ മേഖലയിലേക്ക് ഡിവൈഡ് ചെയ്ത് അത്തരത്തിൽ ഒരു ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ സെക്കൻഡറി ഫംഗ്ഷനായ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. Therefore, organizing function helps in achievement of results, which in fact is important for the functioning of a concern. Hence, a manager always has to organize in order to get results. ഒരു ഓർഗനൈസേഷൻ്റെ റിസൾട്ട്സ് കൊണ്ടുവരുന്നതിൽ ഓർഗനൈസിങ് എന്നൊരു ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ പ്രൈമറി ഫംഗ്ഷനായ പ്ലാനിങ്ങിന് ശേഷം എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷേ ആ പ്ലാനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലൊരു ഓർഗനൈസിങ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓർഗനൈസിങ് ഫംഗ്ഷൻ എന്നുള്ളത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. മാനേജേഴ്സ് കൃത്യമായി ഓർഗനൈസിങ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ അത് ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഗോൾസിന് അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ടോട്ടൽ റിസൾട്ട്സിനെ തന്നെ ബാധിക്കാം. An organizational structure should be designed to clarify who is to do what task and who is responsible for what. ഒരു ഓർഗനൈസിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. വൺസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ ആരാണ് ചെയ്യാൻ പോകുന്നത്, എന്ത് ജോലി ആരാണ് ചെയ്യാൻ പോകുന്നത്, ആരാണ് ആ ജോലിക്ക് റെസ്പോൺസിബിൾ. നമ്മളിപ്പോൾ നമ്മുടെ ലോവർ ലെവലിലുള്ള ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ടിവിറ്റിയിൽ ഒരു ജോലി ഒരാളെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ആരെയാണ് ആ ജോലി ചെയ്തതിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അദ്ദേഹം പിന്നീട് ഇത് ആരിലേക്കാണ്, അദ്ദേഹത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് ഓർഡറിൽ നിൽക്കുന്നവരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതോറിറ്റി എന്താണ്, ഇത്തരത്തിൽ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ആൾക്കാരുടെയും റോൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നൊരു പ്രോസസ്സ് കൂടിയാണ് ഓർഗനൈസിങ് പ്രോസസ്സ് എന്ന് പറയുക. ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നത് ആരാണ്, അദ്ദേഹം ആർക്കാണ് റെസ്പോൺസിബിൾ, അദ്ദേഹത്തിൻ്റെ വർക്ക് എന്താണ്, അദ്ദേഹത്തിൻ്റെ പവർ എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ് ഓർഗനൈസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Next, we are going to look into the process of organizing. How is an organizing function done and what are the different steps included in the organizing function? At first, identification and division of work. At this step, the total work is divided into various activities. അപ്പോൾ ഒരു ഓർഗനൈസിങ് ഫംഗ്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണെന്നുള്ളത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത്. എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഒരു ആക്ടിവിറ്റി, അത് മാനുഫാക്ചർ ചെയ്യാനുള്ള റോ മെറ്റീരിയൽ മേടിക്കണം, അതൊരു ആക്ടിവിറ്റിയാണ്. പർച്ചേസ് ഓഫ് മാനുഫാക്ചർഡ് പാർട്സ്, അത് കൂടാതെ റോ മെറ്റീരിയൽസ് കൂടാതെ നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിക്ക് നമ്മുടെ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പാർട്സ് മാനുഫാക്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പർച്ചേസ് അതൊരു മറ്റൊരു ആക്ടിവിറ്റി. പ്രൊഡക്ഷൻ, ഇതെല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യാൻ പ്രൊഡക്ഷൻ, അത് മറ്റൊരു ആക്ടിവിറ്റി. സ്റ്റോക്കിംഗ് ഓഫ് ഗുഡ്സ്, വൺസ് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് ഗുഡ്സിനെ സ്റ്റോക്ക് ചെയ്യുക. പിന്നീട് അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ്, ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്, മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ്, അത്തരത്തിൽ പല ആക്ടിവിറ്റിയാണ് ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ വരുന്നത്. അപ്പോൾ നമ്മളൊരു ഓർഗനൈസിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ എക്സാമ്പിൾ വൈസ് പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയുടെ
നമ്മൾ ഓർഗനൈസിങ് ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് കൃത്യമായി ഓരോന്നോരോന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. The second process is departmentalization. This process starts once the various activities have been designed to achieve the objectives of the company. The activities of the same nature are grouped together and assigned to a particular department. ഇപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സെക്കൻഡ്ലി നമ്മൾ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റലൈസേഷനാണ്. ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് മാറ്റുക. ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ഒരു ഡിപ്പാർട്ട്മെന്റ്. അതിന് മുമ്പുള്ളത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൂടെ പർച്ചേസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ഓഫ് മാനുഫാക്ചർഡ് പാർട്സ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റലൈസ് ചെയ്യും. അതിനുശേഷം പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റി എല്ലാം കൂടെ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം അഡ്വർടൈസ്മെന്റ് എല്ലാം കൂടെ അഡ്വർടൈസ്മെന്റ് മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ്. ഇത്തരത്തിൽ പല പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് സെക്കൻഡ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് ഓർഗനൈസിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മുടെ ടോട്ടൽ വർക്കിന്റെ ആക്ടിവിറ്റീസിന് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നമ്മൾ ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് പ്രോസസ്സിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിൽ കോമൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റിയാണ്. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റി. നമ്മളിപ്പോൾ നമ്മുടെ കോളേജിലെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജിൽ പല കോഴ്സുകളുണ്ടല്ലേ. പല കോഴ്സുകളിൽ ഒരേ കോഴ്സിലുള്ള സ്റ്റുഡൻസിലെല്ലാം ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നു. സെയിം കാര്യമാണ് ഇവിടെ ഓർഗനൈസിംഗ് ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയുടെ പല ഡിപ്പാർട്ട്മെന്റ്സ് എടുത്ത് തിരിക്കുക. പർച്ചേസിംഗ് ആക്ടിവിറ്റി ഉള്ളവരുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്നും, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നും, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ്. ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുക. The next process is assignment of duties. At this stage, the responsibility of each individual or post is decided. While assigning these duties, it is important to match the nature of work and capabilities of person to whom the work is given. അപ്പോൾ അടുത്ത പ്രോസസ്സായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് പ്രോസസ്സിൽ കോമൺ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. അതിനുശേഷം മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനെയും ഈ ഡിപ്പാർട്ട്മെന്റ് അകത്ത് വരുന്ന ഓരോ ഇൻഡിവിജ്വൽസിനെയും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യേണ്ട ആൾക്കാരെ ഡിസൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനും ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ തേർഡ് പ്രോസസ്സായ അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസിൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കൊടുക്കുന്ന ജോലി ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾക്ക് പർച്ചേസ് ചെയ്യാൻ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് അസൈൻ ചെയ്യാണ്. പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പേ ഈ ഒരു വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റിക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസിന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വർക്ക് കൃത്യമായി നടക്കില്ല. അപ്പോൾ ഒരു ജോലി ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ഡ്യൂട്ടീസ് അസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. ഓരോ ഡിപ്പാർട്ട്മെന്റായിട്ട് നമ്മൾ തിരിച്ചു. അപ്പോൾ പർച്ചേസ് മാനേജർ ആണെങ്കിൽ പർച്ചേസ് മാനേജറിന് എന്ത് ഡ്യൂട്ടി കൊടുക്കുക? റോ മെറ്റീരിയൽസും മറ്റും കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക. സെയിൽസ് മാനേജർ ആണെങ്കിൽ സെയിൽസ് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾക്കുള്ള ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക. അത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുകയാണ് നമ്മൾ തേർഡ് പ്രോസസ്സിൽ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പ്രോസസ് ഈസ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻസ്. When two or more than two persons work for the attainment of common goals, their interrelationship must be defined very clearly. Everybody should know as to who is his superior and subordinate. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സായിട്ട് നമ്മൾ ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണ് എക്സാമ്പിളായിട്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പർച്ചേസ് മാനേജർ ഉണ്ടാവും. അദ്ദേഹത്തിന് അണ്ടറിൽ കുറേ പർച്ചേസിങ് എംപ്ലോയീസും ഉണ്ടാകും. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ എംപ്ലോയീസും ഓർഡർ സ്വീകരിക്കേണ്ടത് പർച്ചേസ് മാനേജറിൻ്റെ കയ്യിൽ നിന്നും തിരിച്ച് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് എംപ്ലോയീസ് ആരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? എംപ്ലോയീസ് പർച്ചേസ് മാനേജറോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എംപ്ലോയീസിന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ഓർഡേഴ്സ് കൊടുക്കുന്നത് അതിൻ്റെ സുപ്പീരിയറായ പർച്ചേസ് മാനേജറും ഇവർ തിരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതും
പർച്ചേസ് മാനേജറോടുമാണ്. അപ്പോൾ ഇത്തരത്തിൽ റിപ്പോർട്ടിംഗ് റിലേഷൻ അല്ലെങ്കിൽ ആരാണ് സുപ്പീരിയർ ആരാണ് സബോർഡിനേറ്റ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് ഓർഗനൈസിങ്ങിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ്. ഇത്രയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഓർഗനൈസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർഗനൈസിങ് ഫംഗ്ഷൻ്റെ പ്രോസസ്സിനകത്ത് ചെയ്തത്? ഫസ്റ്റ് ടോട്ടൽ വർക്കിൻ്റെ പലവിധ ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മുടെ ടോട്ടൽ വർക്കിനെ പലവിധ ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം കോമൺ ആക്ടിവിറ്റീസിനെ ഡിപ്പാർട്ട്മെൻ്റലായിട്ട് ഗ്രൂപ്പിഫൈ ചെയ്തു. ഒരേപോലത്തെ ആക്ടിവിറ്റീസിനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഡ്യൂട്ടീസ് അസൈൻ ചെയ്തു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ജോലി ചെയ്യേണ്ടതെന്നുള്ള ഡ്യൂട്ടീസ് അസൈൻ ചെയ്തു. അവരവരുടെ കേപ്പബിലിറ്റി അനുസരിച്ച് ഡ്യൂട്ടീസ് അസൈൻ ചെയ്തു. ആൻഡ് ലാസ്റ്റ്ലി റിപ്പോർട്ടിംഗ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ആരാണ് സുപ്പീരിയർ ആരാണ് സബോർഡിനേറ്റ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇത്രയുമാണ് ഒരു ഓർഗനൈസിങ് ഫംഗ്ഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. Next, we are going to see the different characteristics of organizing function. At first, identifying and enumerating the activities. After the objective is selected, the management has to identify total task involved and its breakup. Closely related component activities that are to be performed by an individual or division or an ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഓർഗനൈസിങ് പ്രോസസ്സിനകത്ത് പറഞ്ഞ ഫസ്റ്റ് 2 സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഐഡൻറ്റിഫൈങ് ആൻഡ് എന്യൂമറേറ്റിംഗ് ദി ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് ടോട്ടൽ ആക്ടിവിറ്റീസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള ഒരേപോലുള്ള ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഓർഗനൈസിങ് ഫംഗ്ഷൻ്റെ ക്യാരക്ടർ. സെക്കൻഡ് ക്യാരക്ടർ ഇസ് അസൈനിങ് ദ ഡ്യൂട്ടീസ്. When activities have been grouped according to similarities and common purpose, they should be organized by a particular department. Within the department, the functional duties should be allotted to the particular individuals. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പ്രോസസ്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മൾ ഒരേപോലെ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ എല്ലാം ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിനെയും അവരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇസ് ഡിഫൈനിങ് ആൻഡ് ഗ്രാൻഡിങ് ദി അതോറിറ്റി. The authority and responsibility should be well defined and should correspond to each other. A close relationship between the authority and responsibility should be established. നമ്മൾ പ്രോസസ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ആദ്യത്തെ 3 ക്യാരക്ടറിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മൂന്നാമത് പറഞ്ഞത് അതോറിറ്റി കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തേക്കുക. ആരാണ് ഡിമാൻഡിങ് അല്ലെങ്കിൽ ഓർഡറിങ് അതോറിറ്റി, ആരാണ് സുപ്പീരിയർ ആരാണ് സബോർഡിനേറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് ഓർഗനൈസിങ് ഫംഗ്ഷനിലുള്ളത്. Creating authority relationship. After assigning the duties and delegations of authority, the establishment of relationship is done. It involves deciding who will act under whom, who will be his subordinates, what will be his span of control, and what will be his status in the organization. നമ്മൾ പ്രോസസ്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതോറിറ്റി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതായത് കൃത്യമായിട്ട് ആരാണ് എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നതെന്നെല്ലാം ഡിസൈഡ് ചെയ്തതിന് ശേഷം ഹൂ ഇസ് ദ സബോർഡിനേറ്റ് ആൻഡ് വാട്ട് വിൽ ബി ഹിസ് സ്പാൻ ഓഫ് കൺട്രോൾ ആൻഡ് വാട്ട് വിൽ ബി ഹിസ് സ്റ്റാറ്റസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഇത്തരം കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുകയാണ് ഓർഗനൈസിങ്ങിൻ്റെ മറ്റൊരു ക്യാരക്ടർ എന്ന് പറയാം. ദ നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. The entire philosophy of organization is centered on the concept of specialization and division of work. The division of work is assigning responsibility for each organizational component to a specific individual or group. Thereof, it becomes specialization. Specialization ആ വേർഡിൽ തന്നെ ഉണ്ട്. ഓരോ ആക്ടിവിറ്റിക്കും ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ആക്ടിവിറ്റിയും ഓരോ ആക്ടിവിറ്റിയും ചെയ്യേണ്ട ആൾക്കാരെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് ഡിസൈൻ ചെയ്യുകയാണ് നമ്മൾ ഓർഗനൈസിങ്ങിൽ ചെയ്യുന്നത്. എക്സാമ്പിൾ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള പർച്ചേസ് മാനേജർ ആവട്ടെ, പർച്ചേസ് മാനേജറിൻ്റെ അണ്ടറിലുള്ള എംപ്ലോയീസ് ആവട്ടെ, ഇവരെല്ലാം ആ ഒരു പർച്ചേസിങ് എന്ന ഫീൽഡിൽ എക്സ്പേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസൈൻ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയാം. അതായത് അവരവർ എക്സ്പേർട്ട് ആയിട്ടുള്ള മേഖലയിൽ അവരെ അസൈൻ ചെയ്യുക. എന്നിട്ട് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സിനർജിയും അതിനായുള്ള റിസൾട്ട്സും എല്ലാം പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ഓർഗനൈസിങ് ഫംഗ്ഷൻ. Orientation towards goals.
Every organization has its own purpose and objectives. Organizing is the function employed to achieve the overall goal of the organization. Organization harmonize the individual goals of the employees with overall objective of the firm. അപ്പോൾ ഓർഗനൈസിങ് ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ഓർഗനൈസേഷൻസിനും അവരുടേതായ പ്രത്യേക ഗോൾസും ഒബ്ജക്റ്റീവ്സും എല്ലാം ഉണ്ടാകും. ഈ ഒരു ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എംപ്ലോയീസിൻ്റെ ഇൻഡിവിജ്വൽ ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് എക്സാമ്പിൾ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി, അതിൻ്റെ പല ആക്ടിവിറ്റീസ് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറ്റി. അപ്പോൾ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ ഗോൾ എന്ന് പറയുന്നത് ആ പർച്ചേസ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന വഴി അയാൾ എന്താണ് ചെയ്യുന്നത്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്തു. അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരും അവരവരുടെ ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ഓർഗനൈസേഷൻ്റെ ഗോളാണ് ഹാർമണൈസ് ചെയ്യപ്പെടുന്നത് ഓർഗനൈസിങ് ഫംഗ്ഷൻ കൊണ്ട്. അപ്പോൾ ഓർഗനൈസിങ് ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓറിയൻറ്റേഷൻ ടുവേർഡ്സ് ഗോൾസ് ആണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ചെറിയ ചെറിയ ഗോൾസ് കൊടുത്ത് ഈ ഗോൾസ് എല്ലാം കൂടെ ഹാർമണൈസ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫംഗ്ഷനാണ് ഓർഗനൈസിങ് ഫംഗ്ഷൻ. കോമ്പോസിഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. Individuals form a group and the groups form an organization. Thus, organization is the composition of individual and groups. Individuals are grouped into departments and the work is coordinated and directed towards organization goals. അപ്പോൾ ഒരു ഓർഗനൈസിങ് ഫംഗ്ഷനിലകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, ഇൻഡിവിജ്വൽസിനെ ഗ്രൂപ്പ് ആക്കുക. പല ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ആ കംപ്ലീറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പനിയായി മാറും. ഈ ഒരു കാര്യമാണ് നമ്മൾ ഓർഗനൈസിങ് ഫംഗ്ഷനിൽ ചെയ്യുന്നത്. ഈ ഒരു ഗ്രൂപ്പിംഗ് വഴി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഗോൾസിനെയും നമ്മുടെ കോമൺ ഗോളിനെ ചെറിയ ചെറിയ ഗോളായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യുന്ന വഴി ആ കംപ്ലീറ്റ് കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ഓർഗനൈസിങ് ഫംഗ്ഷനിൽ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Another character of organizing function is continuity. An organization is a group of people with a defined relationship in which they work together to achieve the goals of that organization. This relationship does not come to end after completing each task. Organization is a never-ending process. വൺസ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തു, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുത്തു, ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് സീനിയർ എന്ന റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു എൻഡിങ് റിലേഷൻഷിപ്പ് അല്ല. വൺ ആഫ്റ്റർ ദ ആക്ടിവിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഓർഗനൈസിങ് ഫംഗ്ഷനിലുള്ളൊരു കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഓർഗനൈസിങ് ഫംഗ്ഷനിനകത്ത് നമ്മൾ ഫോം ചെയ്യുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസിങ് ഫംഗ്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് സെക്കൻഡ് ഫംഗ്ഷനായ ഓർഗനൈസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ഓർഗനൈസിങ്, എന്താണ് ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സ്, പിന്നീട് പല ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസിങ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിനെ ബേസ് ചെയ്തുള്ള 2 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് അസൈൻമെൻറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.